കാലമായി ആ മീനാക്ഷിക്ക് ഇത് തന്നെ പണി. മാങ്ങ ചെത്തുക കഴിക്കുക. അപ്പോൾ ആദ്യമൊക്കെ മാങ്ങ ചെത്തിയിട്ട് ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കഴിക്കലായിരുന്നു പണി. ഇപ്പം അതേ അടുത്ത പരീക്ഷണത്തിലാണ് കേട്ടോ. ചേച്ചി അനീറ്റിയും ഉണ്ട് കേട്ടോ, ജാനും ഉണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടി ഇതേ മാങ്ങ ചെത്തണത് നമുക്ക് പച്ചമാങ്ങ ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ചേട്ടനാണെങ്കിൽ സ്കൂളിൽ പോയിക്കാണ്. അപ്പോൾ ചേട്ടന് സ്കൂളുണ്ട്. അപ്പോൾ ചേച്ചിയും അനീറ്റിയും വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ കുറേ നേരം ടി വിയും കണ്ട് കുറേ നേരം ഫോണും നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് ബോറടിച്ചപ്പോൾ അവരുണ്ടാക്കണ പരീക്ഷണങ്ങളാണ്. മീനാക്ഷിക്കാണെങ്കിൽ ഇങ്ങനെ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓരോരോ പരീക്ഷണങ്ങൾ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സമ്മതിക്കാറില്ല. അപ്പോൾ അതേ ഇന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് അവൾ തന്നെ ഇരുന്ന് ഉണ്ടാക്കണ ഓരോ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൊണ്ട് മീനാക്ഷിയും ഉണ്ട് ജാനും ഉണ്ട്. അപ്പോൾ അതേ രണ്ടുപേരും കൂടി വീഡിയോ എടുക്കുകയാണ്. ചേട്ടന് സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി ഐസ്ക്രീം ഉണ്ടാക്കാണ്, പച്ചമാങ്ങ ഐസ്ക്രീം. അപ്പോൾ അവരുണ്ടാക്കണം, നമുക്ക് കാണാം അല്ലേ. അരിഞ്ഞ് വെച്ചിട്ട് ഒരു പാത്രത്തേക്ക് ആക്കിയിട്ട് ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഇവിടെ വയ്ക്കാം. അപ്പോഴേക്കും ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വരാം. അടച്ച് കുറച്ച് നേരം വയ്ക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ മാങ്ങ തൊലി ചെത്തി കളഞ്ഞിട്ട് ചെറിയ പീസസാക്കി കട്ട് ചെയ്തെടുക്കായിരുന്നു. ഞാനിവിടെ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയാണ് തൊലി ഇട്ടിട്ട് ഇതാക്കിയത്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫൈനായിട്ട് നല്ല ജ്യൂസ് പോലെ ആയിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഇതിങ്ങനെ ആയിട്ട് നമുക്ക് ജ്യൂസ് പോലെ ആക്കണത്. ജ്യൂസി ആക്കണം, ഭയങ്കര ജ്യൂസ് പോലെ ആക്കണം. ഇപ്പോൾ ദേ ഒരാൾ വന്ന് പോയുള്ളൂ. അനുഭവങ്ങളായിരുന്നേ. അത് എനിക്ക് കൂടി തരുമെന്ന് ചോദിച്ചു. ഞാൻ ഒന്നുമില്ല, കുറച്ച് വെള്ളവും വാങ്ങി കൂടി അടിച്ചു തന്നു. എന്നിട്ട് ടേസ്റ്റൊക്കെ എക്സ്പ്രഷൻ കാണിച്ചു തരാം. ഇതെന്താ ഇത്? ഞാനൊരു കാര്യം പറയട്ടെ. ഈ ചേച്ചിയുടെ കാര്യം പറയില്ല, ഞങ്ങളുടെ മാത്രം പറയും. ഞാനെന്താ കാണിച്ചു? ഒന്നുമില്ല, ഇവിടെ പറയാം. ഇനി ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ടൊമാറ്റോ കുറച്ച് വെള്ളം കൂടിപ്പോയി. നമ്മൾ പാലോ ചേർക്കാനുള്ളതായിരുന്നു. നോക്കാം. ഇത്രയും വെള്ളം നമുക്ക് ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. എത്ര ഉണ്ടോ അത്രയും ഗ്ലാസ്സിൽ ഒഴിക്കാം. 3 എണ്ണം. ചുണ്ടറി കുറച്ചുള്ളൂ. 3 വാങ്ങി എടുത്തെങ്കിലും കുറേ മാങ്ങ തിന്നും. പിന്നെ അമ്മ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ചെടുത്ത് കുടിക്കും. നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, അവർക്കെടുത്ത് കൊടുത്ത് ഇല്ലാതായി. കറക്റ്റാക്കാം, അല്ലെങ്കിൽ ഇവിടെ എല്ലാവരും കൂടി കണ്ടോളൂ. ഇത് 2 സ്പൂൺ
അഡ്ജസ്റ്റ് ചെയ്യും. ഈ സ്പൂൺ നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം. അടച്ചിട്ട് വയ്ക്കാം. ഞാൻ കുടിച്ചോക്കി സൂപ്പർ. ഇതെടുത്ത് കൂടെ അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ പിടിച്ചണേ, ഇത് നീ പിടിച്ചണേ. ഫ്രീസറിൽ വെക്കാം. ഇത് വെച്ചോ. ഓക്കെ, അടുത്ത ഗ്ലാസ് എടുത്തിട്ട് എടുത്തോ. അതിനുണ്ട് നോട്ടെ. എനിക്കൊന്ന് മീനാക്ഷി ഉണ്ടാക്കിയ ഐസ്ക്രീം. മീനാക്ഷി ഉണ്ടാക്കിയ ഐസ്ക്രീമാണ്. എന്തിന്റെ ഐസ്ക്രീമാ? പച്ച മാങ്ങ ഐസ്ക്രീം. യൂട്യൂബിൽ കണ്ടിട്ട് അങ്ങനെയാണോ? ഓ, മീനാക്ഷി അടിപൊളിയായിട്ട് പച്ച മാങ്ങ ഐസ്ക്രീം ഉണ്ടാക്കി. പഞ്ചസാര അധികം ഇടണ്ട കേട്ടോ. മതി 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 മതി. നോട്ടെ എങ്ങനെ ഉണ്ടെന്ന്. മധുരം കുറെ ഇട്ടതാ, പക്ഷെ മധുരമായില്ല. സ്പൂൺ ഇട്ടു. മീനാക്ഷിയുടെ പച്ചമാങ്ങ ഐസ്ക്രീം ടേസ്റ്റ് ഞാൻ നോക്കിയിട്ടാ. ടേസ്റ്റ് നോക്കിയപ്പോൾ കുഴപ്പമില്ല, മധുരം കുറവാണ്. ആ മാങ്ങയുടെ പുളി ഇപ്പോഴും പോയിട്ടില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല. എന്നാലും മീനാക്ഷി ഉണ്ടാക്കി. മീനാക്ഷിയുടെ എന്ത് മാങ്ങ കഴിക്കണമായി. അവള് പഞ്ചസാരയൊക്കെ ഇട്ടുണ്ട്. എന്തൊക്കെ ഇട്ടത് ഇതില്? പാലാ, എല്ലാരും കൂടി അരച്ചു. എന്നിട്ട് പച്ചമാങ്ങ ഐസ്ക്രീം ഉണ്ടാക്കി. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ വേനൽക്കാലത്ത് ഇഷ്ടം പോലെ മാങ്ങയുണ്ട്. വെക്കേഷനാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.